പാരമ്പര്യ സഭകളിൽ ബഹുഭൂരിപക്ഷം ഇടങ്ങളിലും, ഞാൻ ബഹുഭൂരിപക്ഷം എന്ന് പറയുമ്പോഴും ഞാൻ ക്ഷമ ചോദിക്കുന്നത്, പക്ഷെ ബഹുഭൂരിപക്ഷം എങ്കിലും 50% സഭകളിൽ ഇന്ന് യഥാർത്ഥമായ ദൈവിക ആരാധനകളില്ല. ഏതോ ഒരു സമയത്ത് അവർ ഒരു ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ വന്നിട്ട് ഒരു കൃത്യമായ പാറ്റേണിൽ കുറെ കാര്യങ്ങൾ, 1 പാട്ട് അല്ലെ 2 പാട്ട് അല്ലെ 3 പാട്ട്, 4ാമതൊരു പാട്ട് പാടാൻ അവിടെ പറ്റില്ല. അപ്പോഴത്തെ ടൈം മാറിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്കകത്ത് പോലും വരണ്ട പ്രാർത്ഥനകൾ. അത് എന്താ അടുത്തിരിക്കുന്ന ആൾക്കൊന്നും അത് അറിയത്തില്ല, എന്താ പറയുന്നത്. ചിലർ പ്രാർത്ഥിക്കാൻ തുടങ്ങി വെച്ചാൽ ആ അടുത്തിരിക്കുന്ന പിള്ളേർക്കൊക്കെ അത് കാണാപ്പാടോ, കാരണം ആ ആൾ അങ്ങനെയേ പ്രാർത്ഥിക്കത്തുള്ളൂ. പലരുടെയും പ്രാർത്ഥന കൊച്ചു പിള്ളേരോട് ചോദിച്ചാൽ അപ്പച്ച പ്രാർത്ഥന അവർക്ക് അറിയാം, കാണാതെ അങ്ങ് പറയുക. ഒരേ പ്രാർത്ഥനയാണ്, ഒരു 10 വർഷമായിട്ട് ഒരേ പ്രാർത്ഥന പ്രാർത്ഥിക്കും. പിന്നെ കുറച്ച് സാക്ഷി എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവിടുത്തെ തലവനായിരിക്കുന്ന പാസ്റ്റർ അല്ലെങ്കിൽ ദേവദാസൻ ഇതെല്ലാം ഒരു റെഫറിയെ പോലെ ഇടയ്ക്ക് സാക്ഷ്യം നീണ്ടുപോകുമ്പോൾ നീട്ടി ഹല്ലേലൂയ പറയും. ഹല്ലേലൂയ പറയുമ്പോൾ അതിനർത്ഥം പണ്ട് കാലത്ത് ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്തുതിപ്പിൻ എന്നുള്ള ഒരു ആഹ്വാനം. എന്നാൽ സഭ നയിക്കുന്ന സീനിയർ പാസ്റ്റർ അല്ലെങ്കിൽ ലോക്കൽ പാസ്റ്റർ നീട്ടി ഹല്ലേലൂയ പറഞ്ഞാൽ അതിന്റെ അർത്ഥം സാക്ഷ്യം നിർത്തണം എന്നുള്ളതാണ്. പുതിയ അർത്ഥമാണ് വന്നേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രബോധനം എന്നും പറഞ്ഞിട്ട് അവിടുത്തെ മൂപ്പന്മാർ 2-3 പേർക്ക്, അത് ചിലരാണെങ്കിൽ സമയം നോക്കത്തില്ല, ഇന്നാക്ക് പ്രബോധനം കിട്ടുന്ന എനിക്കും പോയൊരു ആസ്റ്ററോട് അനുവാദം ചോദിക്കത്തില്ല, അങ്ങ് പ്രബോധിക്കാൻ അങ്ങോട്ട്. ചിലപ്പോൾ ആ പൂക്ക് തന്നെ കാണുമ്പോൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോ എന്താണ്ട് സാധിക്കാൻ പോകുന്നു. മുഖമൊക്കെ കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, അതെ ഈ ഗോലിയാത്തിനെ വീഴ്ത്താൻ പോകുന്ന ദാവീദ് വളരെ കൂളായിട്ടാണ് പോകുന്നത്. തൊട്ടിൽ നിന്ന് കല്ലൊക്കെ എടുത്ത് വളരെ കൂളായിട്ടാണ് പോകുന്നത്. എന്നാൽ ഈ പ്രബോധനം പറയാൻ പോകുന്ന ആളുകളുടെ മുഖം പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരെ ഏതുകൊണ്ട് തയ്യാറാക്കി ആരാണ്ടെയൊക്കെ വെട്ടുക. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അതെ വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടും അത്രയും എന്നൊക്കെ പറയുന്നതിന് ആ വചനം എന്നൊക്കെ മാറ്റിയിട്ട് വേറെ ആരോണ്ടെയൊക്കെയാണ്. അതവർ പറയുമ്പോൾ തന്നെ കൃത്യമായിട്ട് അവിടെ ഇരിക്കുന്ന കുറച്ച് ആളുകൾക്കെങ്കിലും പുതുതായിട്ട് വന്നവർക്ക് മനസ്സിലാവത്തില്ലായിരിക്കും, പക്ഷെ കുറെ പേർക്കൊക്കെ മനസ്സിലാവും ഇന്ന ആർക്കെതിരെയായി പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ പാസ്റ്റർ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു പ്രസംഗം, അതിനൊരു ടൈമുണ്ട്. അപ്പൊ അതിനപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പലരും പിണങ്ങും. പിന്നെ അതിൽ തന്നെ കൂടുതലും സങ്കീർത്തനങ്ങളിൽ നിന്നുള്ള ഒരു ഞാണിന്മേൽ കളി പോലെ, കാരണം ആരെയും മുറിപ്പിക്കാതെ വേദനിപ്പിക്കും, എന്നാലേ അദ്ദേഹത്തിന് ആ കാലാവധി പൂർത്തീകരിക്കാൻ പറ്റും. അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും? ഞാൻ പറയട്ടെ, യഥാർത്ഥമായ ആരാധനയും പ്രാർത്ഥനയും, ഈ ആരാധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൈയടിച്ച് ബഹളം വെച്ച് ടമ്പേറിന്റെ ശബ്ദം കൂട്ടി, ഇപ്പൊ ടമ്പേർ മാറി എല്ലായിടത്തും ഓർഗനും മറ്റൊക്കെ വായി, അത് കഴിഞ്ഞ് ആ ശബ്ദമൊക്കെ ഉണ്ടാക്കി ഒരു കോലാഹലമാണെന്ന് കുറെ പേരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പുതിയ ആത്മാക്കൾ ഉണ്ടാകാതെ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം, പുതിയ ആത്മാക്കൾ ലഭിക്കാതെ വരുന്നതിന്റെ ഒരു പ്രധാന കാരണം അതെ ഈ നിലയുള്ള കോലാഹലം മാത്രം, ജീവിതമില്ല, സാക്ഷ്യമില്ല, മക്കൾ വരുന്നില്ല ചർച്ചിലോട്ട്. ഇത് പാരമ്പര്യ ചർച്ചുകളിൽ ഒരു ഭാഗത്ത് അങ്ങനെ നടക്കും.